16ാം കേരള നിയമസഭയുടെ ബഹുമാന്യ സ്പീക്കറെ തിരഞ്ഞെടുക്കുന്ന അജണ്ടയാണ് നമ്മുടെ മുമ്പാകെ ഉള്ളത്. നിയമസഭാ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെടുന്നതിന് 3 അംഗങ്ങളുടെ പേരുകൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. ആൽഫബറ്റിക് ഓർഡറിൽ ശ്രീ ബി ഗോപകുമാർ, ശ്രീ AC മൊയ്തീൻ, ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നിവരാണ് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിട്ടുള്ള അംഗങ്ങൾ. ശ്രീ ബി ഗോപകുമാറിനെ നാമനിർദ്ദേശം ചെയ്തുകൊണ്ടുള്ള പത്രികയിൽ ശ്രീ രാജീവ് ചന്ദ്രശേഖർ നിർദ്ദേശിക്കുകയും ശ്രീ വി മുരളീധരൻ പിന്താങ്ങുകയും ചെയ്തിട്ടുണ്ട്. ശ്രീ AC മൊയ്തീനെ നാമനിർദ്ദേശം ചെയ്തുകൊണ്ടുള്ള പത്രികകളിൽ ആദ്യത്തേത് ശ്രീ പിണറായി വിജയൻ നിർദ്ദേശിക്കുകയും ശ്രീ K രാജൻ പിന്താങ്ങുകയും ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തേത് ശ്രീ KN ബാലഗോപാൽ നിർദ്ദേശിക്കുകയും ശ്രീ PK പ്രവീൺ പിന്താങ്ങുകയും ചെയ്തിട്ടുണ്ട്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ നാമനിർദ്ദേശം ചെയ്തുകൊണ്ടുള്ള 4 പത്രികകൾ ലഭിച്ചിട്ടുണ്ട്. ശ്രീ VD സതീശൻ നിർദ്ദേശിക്കുകയും സണ്ണി ജോസഫ് പിന്താങ്ങുകയും ശ്രീ PK കുഞ്ഞാലിക്കുട്ടി നിർദ്ദേശിക്കുകയും ശ്രീ PK ബഷീർ പിന്താങ്ങുകയും ശ്രീ മോൻസ് ജോസഫ് നിർദ്ദേശിക്കുകയും ശ്രീ അനൂപ് ജേക്കബ് പിന്താങ്ങുകയും ശ്രീ ഷിബു ബേബി ജോൺ നിർദ്ദേശിക്കുകയും ശ്രീ CP ജോൺ പിന്താങ്ങുകയും ചെയ്തിട്ടുള്ളതാണ് അദ്ദേഹത്തിന് വേണ്ടിയുള്ള പത്രികകൾ. പരിശോധനയിൽ നാമനിർദ്ദേശ പത്രികകളെല്ലാം നിയമാനുസൃതമാണെന്ന് കാണുകയുണ്ടായി. ഒന്നിലധികം അംഗങ്ങൾ സ്പീക്കർ സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിലവിലുള്ള നിയമപ്രകാരം സഭ വോട്ടെടുപ്പിലൂടെ സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നതാണ്. ബാലറ്റ് പേപ്പറിൽ ശ്രീ ബി ഗോപകുമാറിൻ്റെ പേര് ആദ്യത്തേതും ശ്രീ AC മൊയ്തീൻ്റെ പേര് രണ്ടാമത്തേതും ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ പേര് 3ാമത്തേതായും അച്ചടിച്ചിട്ടുണ്ട്. നിയമസഭാംഗങ്ങൾ തങ്ങൾക്കിഷ്ടമുള്ള സ്ഥാനാർത്ഥിയുടെ പേരിനെതിരെ ഒരു ഗുണനചിഹ്നമിട്ട് വോട്ട് രേഖപ്പെടുത്തേണ്ടതാണ്. ഗുണനചിഹ്നമല്ലാതെ മറ്റടയാളങ്ങളിട്ട് വോട്ട് രേഖപ്പെടുത്തിയാൽ പ്രസ്തുത ബാലറ്റ് പേപ്പർ അസാധുവായി കണക്കാക്കുന്നതാണ്. ഗുണനചിഹ്നമിട്ടാണ് പോസിറ്റീവായിട്ടുള്ള വോട്ട് ചെയ്യേണ്ടതെന്നർത്ഥം. നിയമസഭാംഗങ്ങളുടെ പേര് ഇരിപ്പിടത്തിൻ്റെ ക്രമത്തിൽ സെക്രട്ടറി ഇപ്പോൾ വിളിക്കുന്നതായിരിക്കും. ഓരോ അംഗവും തത്സമയം അധ്യക്ഷവേദിക്ക് സമീപം വന്ന് ഏതെങ്കിലും ഒരു ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി ബാലറ്റ് പെട്ടിയിൽ നിക്ഷേപിച്ച ശേഷം സ്വസ്ഥാനത്ത് ഉപവിഷ്ടനാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആദ്യത്തെ പ്രാവശ്യം പേര് വിളിക്കുമ്പോൾ സഭയിൽ ഹാജരില്ലാത്ത അംഗങ്ങൾക്ക് പോളിംഗ് അവസാനിക്കുന്നതായി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് സഭയിൽ ഹാജരാകുന്ന പക്ഷം വോട്ട് രേഖപ്പെടുത്താൻ അനുമതി നൽകുന്നതാണ്.